ഏത് ദഹന പ്രശ്നമുള്ളവർക്കും കഴിക്കാൻ പറ്റിയ ഒരു 5 ഗട്ട് ഫ്രണ്ട്ലി ഫുഡ് ഞാൻ സജസ്റ്റ് ചെയ്യാം. ഒന്നാമതായിട്ടുള്ളത് ഏത്തപ്പഴമാണ്. അത്യാവശ്യം പഴുത്ത ഏത്തപ്പഴം പുഴുങ്ങി കഴിക്കുന്നത് നമ്മുടെ ഗട്ടിന് വളരെ നല്ലതാണ്. അതിൽ ധാരാളം പെക്റ്റിനും അതുപോലെ തന്നെ നല്ല സോലുബിൾ ഫൈബറും അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ ദഹനത്തെ അത് സഹായിക്കും. അതുമാത്രമല്ല, മലബന്ധമൊക്കെ നിങ്ങൾ അലട്ടുന്നുണ്ടെങ്കിൽ ഫൈബർ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ ഇത് കഴിക്കുകയാണെങ്കിൽ മലബന്ധമൊക്കെ പരിഹരിച്ചെടുക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും. രണ്ടാമതായിട്ടുള്ളത് ക്യാരറ്റാണ്. ക്യാരറ്റും ഇതുപോലെ തന്നെ നമുക്ക് പുഴുങ്ങി ആവിയിൽ വേവിച്ച് കഴിക്കാം. നല്ല ബാക്ടീരിയകൾ കുടലിൽ വർദ്ധിക്കുവാനും അത് ദഹനത്തിന് നമ്മളെ നല്ല രീതിയിൽ സഹായിക്കാനും ഈ ക്യാരറ്റിന് കഴിയും. മൂന്നാമതായിട്ടുള്ളത് എഗ് വൈറ്റ് ആണ്. മുട്ടയുടെ വെള്ള. പരമാവധി മഞ്ഞക്കുരു അല്ലെങ്കിൽ എഗ് യോക്ക് ഒഴിവാക്കുന്നത് നല്ലതാണ്. എഗ് വൈറ്റ് ആയിട്ട് കഴിക്കുക. ദിവസേന 1 or 2 കഴിക്കാം. അത് കഴിക്കുകയാണെങ്കിൽ ദിവസേന കഴിക്കുകയാണെങ്കിൽ പലപ്പോഴും IBS മറ്റ് ദഹന പ്രശ്നങ്ങളുള്ളവർക്ക് വയറിന് പ്രയാസമില്ലാത്ത രീതിയിൽ ശരീരത്തിൽ പ്രോട്ടീൻ എത്തിക്കാൻ സഹായിക്കുന്ന ഒരു ഭക്ഷണ പദാർത്ഥമാണ് മുട്ട എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എഗ് വൈറ്റ് 1 or 2 ദിവസേന നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രമിക്കുക. നാലാമതായിട്ടുള്ളത് കരിക്കിൻ വെള്ളമാണ്. കരിക്കിൻ വെള്ളവും ഇതുപോലെ കിട്ടുകയാണെങ്കിൽ ദിവസേന കുടിക്കാൻ പറ്റുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിന് ലഭ്യമാകുന്ന രീതിയിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കുടിക്കാൻ പറ്റുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ കുടലിലെ നല്ല ബാക്ടീരിയ നല്ല രീതിയിൽ വർദ്ധിക്കുകയും അത് ദഹനത്തിന് സഹായിക്കുകയും ചെയ്യും. അഞ്ചാമതായിട്ടുള്ളത് ക്യാബേജ് ആണ്. ക്യാബേജ് ഇതുപോലെ ഉപ്പിലിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അല്ലെങ്കിൽ തോരൻ മറ്റ് കറികളിലൊക്കെ ആഡ് ചെയ്ത് നമുക്ക് കഴിക്കാം. അതും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുടലിലെ ഗട്ട് ബാക്ടീരിയൽ എണ്ണം നല്ല രീതിയിൽ വർദ്ധിപ്പിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ 5 ഗട്ട് ഫ്രണ്ട്ലി ഫുഡ് നിങ്ങളുടെ ദഹന പ്രശ്നങ്ങൾ, ഉദരരോഗങ്ങൾ, ബുദ്ധിമുട്ടുകൾ മാറ്റാൻ നിങ്ങളെ സഹായിക്കും.